നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കുകയാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് LDF UDF മുന്നണികൾ. പിണറായി വിരുദ്ധ വികാരവും വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളും കത്രിക ചിഹ്നത്തിൽ വോട്ടായി മാറുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. അഡ്വക്കേറ്റ് മോഹൻ ജോർജിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. വിവരങ്ങളുമായി അലി അക്ബർ ഷായുണ്ട്. അലി അക്ബർ ഷാ, ഇപ്പോൾ 3 മുന്നണികളും കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ട്. അത് ബൂത്ത് തലത്തിൽ തന്നെ കൃത്യമായ കണക്കുകൾ ഓരോ പാർട്ടിയും നടത്തി എന്നുള്ളതാണ്. ഇവർ പുറത്തേക്ക് പറയുന്ന കണക്കുകൾക്കല്ലാതെ ഇവരുടെ ഉള്ളിലുള്ള കണക്കൂട്ടൽ എന്താണ്? പുറത്തേക്ക് പറയാത്ത അവരുടെ ഒരു കണക്കൂട്ടലുണ്ടല്ലോ, അത് എന്താണെന്ന് മനസ്സിലാക്കാനാകുന്നുണ്ടോ? ആർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ളത്? സ്മൃതി, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ വിധി എന്ത് എന്നറിയാൻ ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. ഈ സമയത്ത് മുന്നണികൾ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ്. LDF UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും അവരവരുടെ കണക്കുകൂട്ടൽ അനുസരിച്ചുള്ള ഭൂരിപക്ഷത്തിലെ വിജയം ഉറപ്പിച്ചു തന്നെയുള്ള പ്രതികരണമാണ് ഈ ഘട്ടത്തിലും നടത്തുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് കയറുമെന്നതാണ് UDFന്റെ കോൺഫിഡൻസ്. നമുക്കറിയുന്നതുപോലെ നേരത്തെ ഈ LDF ഉന്നയിച്ച പല പ്രധാനപ്പെട്ട ആരോപണങ്ങളും, അതായത് ഈ ലീഗിലെ ഭിന്നത, ഈ ലീഗിലെ ഷൗക്കത്ത് വിരുദ്ധത, ഇത്തരത്തിലുള്ളതെല്ലാം LDFന് അനുകൂല വോട്ടായി മാറുമെന്നതായിരുന്നു LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയും വേണ്ട എന്ന നിലയിൽ കാണിച്ചു തരുന്ന നിലയിൽ തന്നെയായിരുന്നു ഇത്തവണ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത്. കൃത്യമായ പ്രചരണം ഈ അടിത്തട്ട് മുതൽ തന്നെ നടത്താൻ മുസ്ലിം ലീഗ് കൃത്യമായി തന്നെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിള്ളലൊന്നും ലീഗ് വോട്ടിൽ ഉണ്ടാകില്ല എന്ന ഉറച്ച കോൺഫിഡൻസ് ആണ് ഈ ഘട്ടത്തിലും UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സമാനമായ രീതിയിൽ സർക്കാരിനെതിരായ ജനവികാരം അത് വോട്ടായി മാറും. അതുപോലെ കാലങ്ങളായി നിലമ്പൂരുകാരുടെ പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേൽപ്പിച്ച നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള എത്രയോ വാഗ്ദാനങ്ങൾ, ഇതെല്ലാം തന്നെ സർക്കാർ വിരുദ്ധ വോട്ടുകളായി UDFന്റെ പെട്ടിയിൽ വീഴുമെന്നത് തന്നെയാണ് UDF ക്യാമ്പിന്റെ വിശ്വാസം. അതേസമയം നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നതാണ് LDF ക്യാമ്പിന്റെ വിശ്വാസം. 2000-ൽ താഴെ വോട്ടുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ 1638 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് M സ്വരാജിന് LDF കണക്ക് കൂട്ടുന്നത്. അത് കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയതെന്നും LDF ക്യാമ്പ് വ്യക്തമാക്കുന്നുണ്ട്. വലിയൊരു ഭൂരിപക്ഷം അവർ പറയുന്നില്ല. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ കൂടി കൃത്യമായ വിജയം അതവർ ഉറപ്പ് പറയുന്നുണ്ട്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ ഈ പിണറായിസം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഏറ്റവും പ്രധാനമായും അൻവർ കളത്തിലിറങ്ങിയത്. അതുകൊണ്ട് തന്നെ പിണറായി വിരുദ്ധ വോട്ടുകൾ തന്റെ കളത്തിലേക്ക് വീഴും. അതുപോലെ തന്നെ നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള ഈ വന്യജീവി സംഘർഷം, അത്തരത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ, ഇതിനൊന്നും ഒരു പരിഹാരം കാണാത്ത സർക്കാരിനെതിരായ വികാരം അത് കത്രിക ചിഹ്നത്തിൽ തന്റെ വെട്ടിയിൽ വീഴുമെന്നതാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം. പക്ഷേ ആദ്യം പറഞ്ഞ് 75,000 വോട്ട് നേടുമെന്ന വാദത്തിലൊന്നും അൻവർ ഈ ഘട്ടത്തിൽ നിൽക്കുന്നില്ല. 25,000-നും 20,000-നും ഇടയിൽ വോട്ട് നേടാൻ സാധിച്ചാൽ പോലും അത് വലിയ വിജയമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ മത്സരത്തിനിറങ്ങിയ തനിക്ക് ലഭിക്കുന്ന വലിയ ജനപിന്തുണയാകും അത് എന്നതാണ് അൻവറിന്റെ വിശ്വാസം. NDAയെ സംബന്ധിച്ചിടത്തോളം മോഹൻ ജോർജിനെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം അത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഉൾപ്പെടെ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്, ഒരു ചലനം ഉണ്ടാക്കാൻ NDAക്ക് കഴിയുമെന്നതാണ് NDA ക്യാമ്പിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും എല്ലാ മുന്നണികളും കൃത്യമായ ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നു. LDF UDF മുന്നണികൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകളുമായി ബന്ധപ്പെട്ട് അത് മുൻനിർത്തിയുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വഴിക്കടവ് മണ്ഡലത്തിൽ ഉൾപ്പെടെ 4,000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നതാണ് UDFന്റെ കണക്കുകൂട്ടൽ. മറ്റു മണ്ഡലങ്ങളിലും മൃഗീയ ഭൂരിപക്ഷമാണ് UDF കണക്ക് കൂട്ടുന്നത്. പക്ഷേ അത്രയും ഭൂരിപക്ഷം UDFന് ഉണ്ടാകില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ M സ്വരാജിന് വിജയം ഉണ്ടാകും എന്നതാണ് LDF ക്യാമ്പിന്റെ വിശ്വാസം. മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ചുങ്കത്തറ മാർത്തോമ സ്കൂളിൽ വെച്ചാണ് നാളെ ഈ പറഞ്ഞതുപോലെ ഈ വോട്ടെണ്ണൽ നടക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ നടക്കും. എന്തായാലും നാളെ അറിയാം എന്താകും നിലമ്പൂരിന്റെ രാഷ്ട്രീയ വിധി എന്നത്. അതുപോലെ കളത്തിലിറങ്ങിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും പ്രത്യേകിച്ച് PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളുടെയും രാഷ്ട്രീയ ഭാവി എന്താകുമെന്നതും. ശരി, ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നേതാക്കളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാവുന്നത് കൂടിയാണ്. അലി അക്ബർ ഷായാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.